ഇതുവരെ ഹിന്ദു സംഘടനകളൊന്നും ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൽ പ്രശ്നമുണ്ടെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു വന്നിട്ടില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ വിവാദമായി ഇത്രയും വലിയ വിവാദങ്ങൾ, ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നു, കേസ് നടക്കുന്നു. പക്ഷെ ഇപ്പോഴും ഇതിൽ അങ്ങനെ ഒരു ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവാദം ക്രിയേറ്റഡ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട്. കാരണം പടത്തിന്റെ ഈ സിനിമയുടെ ചിത്രത്തിന്റെ എന്താ പറയുക, വിജയ സാധ്യതകൾക്ക് വേണ്ടി, കച്ചവട സാധ്യതകൾക്ക് വേണ്ടി, അതായത് എങ്ങനെ നമ്മൾ കുറച്ച് മാസങ്ങൾ മുന്നേ കണ്ടതാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രം. അത് ലൂസിഫർ എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ 7 അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഈ ഒരു ചിത്രത്തിനെ അതിന്റെ പടത്തിന്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ അതിന് സംവിധായകനും നിർമ്മാതാവിനും മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ അതിൽ രാഷ്ട്രീയവും വിവാദവും മറ്റു തിരുത്തുകളും ഒക്കെ കൊണ്ടുവന്ന് ഇവരെ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത കട്ടുകൾ ഇവർ തന്നെ നടത്തി. അറിയാലോ, ഒരുപാട് ചർച്ചകൾ, 4-5 ദിവസത്തോളം നീണ്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും ഒരു ശരാശരിയിൽ താഴെ ഉള്ള ഒരു കഥയും തിരക്കഥയും ഒക്കെ ഉള്ള അത്തരം ഒരു സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിയേണ്ട ഒരു സിനിമ. പക്ഷെ ഈ ഇത്തരം വിവാദങ്ങൾ കാരണം കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരെ എല്ലാം തിയേറ്ററിലേക്ക് തള്ളിക്കയറ്റി വിജയിപ്പിച്ചു. അപ്പൊ അതേ നമ്പർ തന്നെയാണ് ഈ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകരും ഇവിടെ കാണിക്കാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത്. അങ്ങനെയും നമുക്കതിനെ കാണാം. കാരണം ഇവിടെ ജാനകി എന്ന നായികയുടെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിലെ ചില ഈ തീവ്ര വലതുപക്ഷ ആൾക്കാർ അത് പറയുമ്പോൾ ഇങ്ങനൊരു ബാലിശമായ ആവശ്യത്തെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് വിവാദമുണ്ടാക്കി അതിനെ ആളിക്കത്തിച്ച് ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കോടതിയിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി സമ്പാദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കേരളത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ഈ BJP സംഘപരിവാർ വിരുദ്ധ ആൾക്കാരെ തിയേറ്ററിലേക്ക് അടിച്ചു കയറ്റി. ഒപ്പം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന, അതായത് രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ്. ഒപ്പം അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരെ കൂടെ തിയേറ്ററിലേക്ക് എത്തിക്കുക. ഇങ്ങനൊരു കച്ചവട തന്ത്രം ഇതിൽ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് നമുക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നടൻ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളതുപോലെ സിനിമാക്കാർ ബിസിനസ്സുകാർ കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.